ഹായ് ഗായ്സ്, ഇസ്മി അപർണ വാസുകി. ഇന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 7ാം മാസത്തെ സ്കാനിങ്ങിനാണ് കേട്ടോ. 7ാം മാസത്തെ സ്കാനിങ് അതെ ഇപ്പോൾ 8 സ്റ്റാർട്ടാവാറായി. അപ്പോൾ 7 എൻഡിങ്ങിലാണല്ലോ നമ്മൾ 7ാം മാസത്തെ സ്കാനിങ് ചെയ്യുന്നത്. അപ്പം ദേവി സ്കാനിലായിരുന്നു എനിക്ക് സ്കാനിങ്. ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 2+ സ്കാനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ബില്ലൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് അല്ലാണ്ട് ഹീമോഗ്ലോബിനും പിന്നെ എന്തൊക്കെയോ വേറെ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലഡ് കൊടുത്തിട്ട് വേണം മുകളിൽ സ്കാനിങ്ങിന് അവർ കൊണ്ടുപോകും നമ്മളെ. അതിന് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഏക ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ആശം ഭയങ്കര ഇത് പിടിച്ചൊക്കെ നിൽക്കുന്നതാണ്. എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണാം, ഞാനും അവനും എപ്പോഴും അടിയാണ്. അതൊരു ശീലമാണ് നമുക്ക്. അങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി നിൽക്കാണ്ട. അപ്പോഴത്തേക്കും അവിടെ നിന്ന് വിളിച്ച് എൻ്റെ ബ്ലഡ് എടുത്തു. സ്കാനിങ് ചെയ്യാനായിട്ട് മുകളിൽ പോകേണ്ടി വന്നു. ഇത് സ്കാനിങ് സ്ഥലമാണ്. അവിടെ നിന്ന് ഞാൻ 2 ലിറ്റർ വെള്ളം ചുമ്മാ കുടിച്ചു. ഈ 7ാം മാസം സ്കാനിങ്ങിന് ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ അതുകൊണ്ട് എന്നെ അവരൊരു 4-5 വട്ടമെങ്കിലും മൂത്രമൊഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് 5ാം മാസത്തിൽ ഇതുപോലെ അമളി പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സ്കാനിങ് പെട്ടെന്ന് കഴിഞ്ഞു. 5ാം മാസത്തിലാണ് ഞാൻ ഒരുപാട് നേരം ഇരുന്നത്. ഇന്ന് നമ്മൾ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി താഴെ വന്നതാണ്. അപ്പോഴത്തേക്ക് 1:30 റിപ്പോർട്ട് കിട്ടും. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മരിയം വില്ലയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈ കുമാരപുരത്തിനടുത്ത് തന്നെയാണ് മരിയം വില്ല. അപ്പം ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഡാൻസ് മാസ്റ്റർ റിയാസ് സാർ മേടിച്ചു തന്നിട്ട്. അപ്പം അതിൻ്റെ കൊതിയിൽ ഞാൻ കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ പോയപ്പം ഫ്രൈഡ് റൈസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഊണ് മതി, പൊരിച്ച മീനൊക്കെ വെച്ച് ഊണ് കഴിക്കാമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവന് ബിരിയാണി മതിയെന്ന്. സംഭവം ബിരിയാണി ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് കഴിച്ച പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് പൊരിച്ച മീൻ കിട്ടിയില്ല ഗൈസ്. അവസാനം ഞാൻ വെറും സാമ്പാറും ചോറും ഇത് വെച്ചാണ് കഴിച്ചത്. എന്നാൽ അവൻ്റെ ബിരിയാണി ആണെങ്കിൽ ഉടക്കത്തെ ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ നേരം അവനോട് പിണങ്ങിയിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് 3 മണിക്ക് ഡോക്ടറിനെ കൺസൾട്ടിങ് സമയമുണ്ട്. അപ്പോൾ അരമണിക്കൂറും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടൻ്റെ ഫോണിൽ UV ഗ്ലാസ് ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയതാണ്. അങ്ങനെ അരമണിക്കൂർ അവിടെ ഇരുന്ന് നല്ല AC ആയിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കോക്രിയൊക്കെ കാട്ടി. അവനപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് തന്നു. ഇപ്പോഴാണ് അവൻ എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരുന്നത്. ഇത്രയും നേരം ഞാൻ തെണ്ടിയപ്പോൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡോക്ടറിനെ കണ്ടു. തിരിച്ച് അവിടെ നിന്ന് ഡോക്ടറിനെ കാണാൻ കയറുമ്പോൾ പോയവനെ കാണാൻ പറ്റിയിട്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മളായിരുന്നു ഫസ്റ്റ് പോയത്. അവിടെ തുറന്നത് നമ്മളല്ലെങ്കിലും സ്കാൻ ചെയ്തിട്ട് പോകുമ്പോൾ തുറക്കുന്നത് എൻ്റെ മുഖമാണ് അവർ കാണുന്നത്. കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഇരുമ്പ് എത്താറായപ്പോഴത്തേക്കും വീട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് പുറത്ത് സെറ്റ് ചെയ്തേക്കണം. അവിടെ കുറേ യൂണിയൻകാരന്മാരൊക്കെ ഇരുന്ന് കൈ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ മണ്ടയിൽ ഒരിടത്ത് കയറിയിരുന്നു. മഴ നനയാണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു ചായയും ചേട്ടനൊരു കോഫിയും കുടിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പരുവായി കേട്ടോ. നന്നായിട്ട് ക്ഷീണിച്ച്. കാരണം കുറേ നേരം രാവിലെ ഇറങ്ങിയതല്ലേ, 10-11 മണിക്ക് സ്കാനിങ്ങിന് ഇറങ്ങിയതാണ്. ഇപ്പം ഒരു 3-4 മണിയെങ്കിലും അയക്കണം. അപ്പം ഞാൻ ചരിഞ്ഞിരിക്കണം. കാരണം ഭയങ്കര ക്ഷീണമായി തുടങ്ങി. എനിക്ക് നടുവ് എനിക്കാൻ തുടങ്ങി. കാരണം 2 വീലറിലല്ലേ പോയിട്ട് വന്നത്. അങ്ങനെ ചായ കുടിച്ച് അവിടെ ഞാൻ കിടന്നു വരുന്നതൊക്കെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെന്താ വീട്ടിൽ വന്നു. അതിനിടയ്ക്ക് നമ്മൾ വെള്ളനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മഴയത്ത് റൈഡൊക്കെ പോയി. മഴ കാരണം എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതെൻ്റെ കർമ്മനും ലിസയും കൂടെ എൻ്റെ അടുത്ത് എന്നെ സ്നേഹിച്ചാട്ടെ രാത്രി ചോറ് കൊടുക്കുന്ന സമയത്ത്. അതായത് ഞാൻ പോയി ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ എണീക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് ഗൈസ്. ഇതാണ് കർമ്മൻ. നക്കണ്ട ഉണ്ടായി.